വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് തുടർച്ചയായ 4 ദിവസം ബാങ്കുകൾ അവധി. ഇടപാടുകൾ ഇന്ന് തന്നെ പൂർത്തിയാക്കുക. ജനുവരി 24, 25, 26, 27 എന്നീ തീയതികളിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കാത്തത്. 24 4-ാം ശനിയാഴ്ച ആയതുകൊണ്ടാണ് അവധി. 25 ഞായർ അവധിയും 26 റിപ്പബ്ലിക് ഡേ അവധിയും 27 ബാങ്ക് ജീവനക്കാരുടെ രാജ്യവ്യാപകമായ പണിമുടക്കുമാണ്. ബാങ്ക് ഇടപാടുകൾ നടത്താനുള്ളവർ ഇന്ന് തന്നെ അത് പൂർത്തിയാക്കുക. ബാങ്കുകൾ ഇനി തുറന്ന് പ്രവർത്തിക്കുന്നത് ബുധനാഴ്ചയായിരിക്കും. കൊച്ചിയിൽ ഫേസ് ക്രീം മാറ്റിവെച്ചതിന് മകൾ അമ്മയുടെ വാരിയല് തല്ലിയൊടിച്ചു. എറണാകുളം പനങ്ങാട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം നടന്നത്. അമ്മയെ മർദ്ദിച്ച കേസിൽ മകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പിടിയിലായ നിവിയ മുമ്പും ക്രിമിനൽ കേസുകളിൽ പ്രതിയെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ 19-നാണ് സംഭവം നടന്നത്. സരസു എന്ന 70 വയസ്സുകാരിയെയാണ് മകൾ 30 വയസ്സുകാരി നിവിയ അതിക്രൂരമായി മർദ്ദിച്ചത്. കഴുത്തിന് കുത്തിപ്പിടിച്ചതിന് ശേഷം കമ്പിപ്പാര കൊണ്ട് അടിച്ച് വാരിയലൊടിച്ചു എന്നാണ് പോലീസ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ രാജ്യത്തെ ആദ്യത്തെ സർക്കാർ ജനറൽ ആശുപത്രി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ നേപ്പാൾ സ്വദേശിനി ദുർഗ കാമി 22 വയസ്സ് അന്തരിച്ചു. തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് ഡിസംബർ 22-ന് ദുർഗയ്ക്ക് മാറ്റിവെച്ചത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൃത്യം 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അന്ത്യം സംഭവിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ദുർഗയുടെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെട്ടിരുന്നു. ഇന്നലെ ഫിസിയോതെറാപ്പിക്കിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർ വിലയിരുത്തി. BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത്. വിമാനത്താവളത്തിൽ നിന്ന് പുത്തരിക്കണ്ടത്തേക്ക് റോഡ് ഷോ നടന്നു. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖയും പ്രഖ്യാപിച്ചു. കാശ്മീരിൽ അതിശക്തമായ മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയതായും യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് തിരിക്കും മുമ്പ് അതത് എയർലൈനുമായി ബന്ധപ്പെട്ട് സമയവിവരങ്ങൾ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ അറിയിച്ചു. റൺവേയിലെ മഞ്ഞ് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.